കുറ്റാലത്തിലേക്ക് ചെറിയൊരു ട്രിപ്പ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂട്. അപ്പം ചൂട് കാരണം നമുക്ക് എവിടെയെങ്കിലും വല്ല വാട്ടർഫാൾസിൽ പോയി കുളിക്കാമെന്നൊക്കെ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ കുറ്റാലത്തിലേക്ക് പോകാമെന്ന് ആയി. അവസാനം നമ്മൾ കുളത്തൂപ്പുഴ വഴി ചെങ്കോട്ടയിലേക്ക് പോയാൽ അവിടെ നിന്ന് പിന്നെ 3 കിലോമീറ്ററോ 5 കിലോമീറ്ററോ എങ്ങാണ്ടേ ഉള്ളു കുറ്റാലത്തേക്ക്. അപ്പം അങ്ങനെ യാത്രയായി. ഇതിപ്പോൾ ചെങ്കോട്ടയിൽ നിന്ന് നമ്മൾ താഴെ ഇറങ്ങി നോക്കുമ്പോൾ നല്ല പ്രകൃതി ഭംഗിയായ സ്ഥലമാണ്. 4 ചുറ്റും മതിലുകൾ പോലെ കെട്ടിയിരിക്കുന്ന മലകളാണ് കാണുന്നത്. അപ്പോൾ അത് കാണാനും നല്ല ആ സൂര്യൻ്റെ ആ പ്രകാശത്തിൽ കാണാനും നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ എല്ലാ സ്ഥലങ്ങളൊക്കെ നോക്കി ഇങ്ങനെ പൊയ്ക്കൊണ്ട് തന്നെ ഇരുന്നു. അപ്പോൾ കുറ്റാലം വന്നെത്തി. അവിടെ അപ്പോൾ ഞാനും ചേട്ടത്തിയും ഇറങ്ങി. മറ്റുള്ള ചേട്ടത്തിമാരൊക്കെ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നു. അവർക്ക് ക്ഷീണമായി, അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തന്നെ പോയി നടക്കാൻ. ഞാനും മോനും ചേട്ടത്തിമാരും ചേട്ടത്തിയൊക്കെ ഒത്തിട്ട് കുറ്റാലത്ത് പോയി. പക്ഷേ അപ്പോഴത്തെ അന്തരീക്ഷം അവിടെ ആണെങ്കിൽ തിക്കും തിരക്കും ഒന്നുമില്ല. അന്തരീക്ഷം ഭയങ്കര ഒരു ചൂട് പിടിച്ച കണക്ക് ഇരിക്കുകയാണ്. പിന്നെ വെള്ളവും അധികം ഇല്ലയെന്ന് തോന്നുന്നു. നമ്മളങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. നല്ല മലകളൊക്കെയാണ്, നല്ല കാറ്റും എല്ലാം എപ്പോഴും ഉണ്ട്. പക്ഷേ കൂട്ടങ്ങളൊന്നുമില്ല. കാരണം എന്താണ്, നമ്മുടെ കേരളത്തിൽ മഴ പെയ്തെങ്കിലേ ഇവിടെ പിന്നെ വെള്ളം വീഴത്തുള്ളൂ, മലയുടെ മുകളിൽ നിന്ന് വെള്ളം വീഴത്തുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ എപ്പോൾ കേരളത്തിൽ മഴ പെയ്യുന്നു അപ്പോഴിവിടെ വെള്ളം കൂടുതലുണ്ടാവും. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരികയും ചെയ്യും. പിന്നെ നല്ല ഈ പ്രാന്തുള്ള ആൾക്കാരെല്ലാം കൊണ്ടുവന്ന് കുളിപ്പിക്കുന്നതും എടുക്കുന്നതൊക്കെ ഈ ഭാഗത്താണ്. ഇപ്പോൾ കണ്ടില്ലേ മേളിൽ നിന്ന് വെള്ളം വരുന്നത്. അപ്പോൾ ഈ മലയിൽ നിന്ന് ഔഷധ ഗുണമുള്ള വേരുകളിൽ തട്ടിയിട്ട് ഈ വെള്ളം വരുന്ന കാരണം ഈ എണ്ണയൊക്കെ തേച്ച് അവർ വന്ന് കുറേ നേരം കുളിച്ചിട്ട് പോകുമ്പോൾ അവർക്ക് പ്രാന്തൊക്കെ വേഗം കുറയും എന്നാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ കണ്ടില്ലേ പാറകൾ, വെള്ളം പറ്റിയത് കൊണ്ട് നന്നായി, നമുക്കതൊക്കെ ഷൂട്ടെടുക്കാൻ പറ്റി. ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന രീതിയിലല്ലേ കാണുന്നത് എപ്പോഴും. അതുകൊണ്ട് നമുക്കറിയത്തില്ല. അപ്പോൾ എപ്പോഴും നോക്കിയാലും ഈ പാറയുടെ പുറത്തായതുകൊണ്ട് വഴുക്കി ഇങ്ങനെ കിടക്കുന്ന സ്ഥലമായിരിക്കും. അപ്പോൾ ഏറ്റവും മേളിൽ കണ്ടില്ലേ, അവിടുന്ന് ഇങ്ങനെ വെള്ളം വീഴുന്ന ഒരു കുഴിയാണ്. ഈ കുഴിക്കകത്ത് വീണാൽ ആരെയും തിരിച്ചു കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മേളിൽ നിന്നിട്ട് ഈ ആൾക്കാർ, ചെറുപ്പക്കാരായ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും ഒക്കെ പല സൈസ് ആൾക്കാർ വന്നിട്ട് അതിൻ്റെ മേളിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കും. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ ബാക്കിലേക്ക് നടന്ന് ഇങ്ങനെ വരുമ്പോൾ അവർ കാല് തെറ്റി വഴുതി ഈ കുഴിയിലേക്ക് വീഴും. പക്ഷെ അവരത് അറിയുന്നില്ല, അത്രയും അപകടകരമായ ഒരു സ്ഥലമാണെന്ന്. അപ്പം വേലി വെച്ച് കെട്ടിയിട്ടുണ്ടെന്ന് പറയുന്ന കേൾക്കാം, അങ്ങോട്ട് വീഴാതിരിക്കാം. ഒരുപാട് അപകടങ്ങൾ പണ്ട് നടന്നിട്ടുണ്ട്. അത് കാരണം ഇപ്പം ആരെയും അത്ര അടുത്തേക്ക് പോകാനായിട്ട് വിടുന്നില്ല. പിന്നെ അങ്ങോട്ട് കാണാനും നല്ല പ്രകൃതി ഭംഗിയും അവിടെയും നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ആ മലയുടെ മേളിൽ കൂടെ പോയാൽ ഏതോ സ്ഥലങ്ങളിൽ എത്തിപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചിലവർ അന്നത്തെ കാലത്ത് കേരളത്തിൽ നിന്ന് ഇങ്ങനെ കുറുക്ക് വഴിയായിട്ട് ഈ ഭാഗത്തേക്ക് വന്നിറങ്ങുന്നുണ്ട് എന്നും ഒക്കെ പറയുന്ന കേൾക്കാം. അങ്ങനെ അപ്പോൾ കുറേ ആൾക്കാർ കാല് തെറ്റി വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിക്കാത്ത കൊണ്ടാണ്, കൂട്ടത്തിൽ തട്ടിയിട്ട് വീഴുന്നതുകൊണ്ടാണ്. പിന്നെ കുരങ്ങളുടെ കൂട്ടമാണെന്നെങ്കിലും പറയണ്ട. അങ്ങനെ ഞങ്ങൾ അവസാനം നാട്ടിലെത്തി.